ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊടും ക്രിമിനലുകളായ 3 പേരെ ശിക്ഷാ കാലാവധി കഴിയും മുൻപേ ജയിൽ മോചിതരാക്കാനുള്ള ശ്രമം സിപിഎമ്മിന്റെയും ഇടതുമുന്നണി സർക്കാരിന്റെയും പൈശാചിക മുഖമാണ് പുറത്തു കൊണ്ടുവരുന്നത്. സർക്കാർ നിർദ്ദേശപ്രകാരം ജയിൽ മോചിതരാക്കേണ്ടവരുടെ പട്ടികയിൽ തന്ത്രപൂർവ്വം ഈ 3 പേരെയും ഉൾപ്പെടുത്തുകയായിരുന്നു. സർക്കാർ ഉത്തരവിലെ മാനദണ്ഡ പ്രകാരം തടവുകാർക്ക് പ്രത്യേക ഇളവ് നൽകി വിട്ടയക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച ഫയലുകൾ സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ടെന്നും കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിന്റെ കത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. എത്രയും വേഗം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. സെൻട്രൽ ജയിൽ ഉപദേശക സമിതി തയ്യാറാക്കിയ ലിസ്റ്റിൽ TP വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവനുഭവിക്കുന്ന 3 പേരുടെ പേരുണ്ട്. ഈ നീക്കം പുറത്തായതോടെ അന്യായമായി ഒന്നുമില്ലെന്ന പ്രതികരണവുമായി നിയമമന്ത്രി P രാജീവ് രംഗത്ത് വന്നത് സർക്കാരിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ നിയമവിരുദ്ധമായ നീക്കം പുറത്തായതോടെ ഉദ്യോഗസ്ഥരെ പഴിച്ച് രക്ഷപ്പെടാനാണ് സർക്കാർ നോക്കുന്നത്. കേരളം കണ്ട ഏറ്റവും പൈശാചികമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നാണ് TP ചന്ദ്രശേഖരന്റേത്. CPM-കാരനായിരുന്ന ചന്ദ്രശേഖരൻ പാർട്ടി വിട്ടുപോയി RMP എന്ന പാർട്ടി രൂപീകരിച്ചതാണ് കൊലപാതകത്തിന് കാരണം. ചന്ദ്രശേഖരനെ കൊല ചെയ്യുമെന്ന് CPM നേതാക്കൾ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. പാർട്ടി ക്രിമിനലുകൾക്കൊപ്പം ചില വാടക കൊലയാളികളെയും ഉൾപ്പെടുത്തി CPM രൂപീകരിച്ച സംഘമാണ് ചന്ദ്രശേഖരനെ കൊന്നത്. കൊലയാളികൾ CPM-കാരില്ലെന്ന് വരുത്താൻ അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നടത്തിയ കുപ്രചരണം വിലപ്പോയില്ല. മാഷാ അല്ലാ എന്നെഴുതിയ കാറിലെത്തിയ ഇസ്ലാമിക തീവ്രവാദികളാണ് TPയെ കൊലപ്പെടുത്തിയതെന്നാണ് കൊല നടത്തിയ രാത്രി പുലർന്നപ്പോൾ പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞത്. കേസിലെ മുഴുവൻ പ്രതികളെയും സംരക്ഷിക്കുകയും കേസ് നടത്തുകയും ചെയ്ത CPM കൊലപാതകത്തിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് വാദിക്കാനും മടിച്ചില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കുന്നുമ്മൽ രാമചന്ദ്രൻ എന്ന പ്രതിയെ പുറത്താക്കുകയും ചെയ്തു. എന്നാൽ ഇയാൾക്ക് വേണ്ടി അഭിഭാഷകനെ നിയോഗിച്ചതും കേസ് നടത്തിയതും CPM തന്നെയായിരുന്നു. കൊലപാതകവുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ CPM ജയിലിൽ കേസിലെ പ്രതികൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. പരോളിലായിരിക്കെ കേസിലെ പ്രതികളുടെ വിവാഹത്തിൽ CPM നേതാക്കൾ പങ്കെടുത്തത് വലിയ വിവാദത്തിനിടയാക്കിയെങ്കിലും CPM നേതൃത്വം അതും ന്യായീകരിച്ചു. കോടതി എന്ത് പറഞ്ഞാലും കൊലപാതക രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ തങ്ങൾ പിന്നോട്ടില്ലെന്നാണ് CPM ആവർത്തിച്ച് തെളിയിക്കുന്നത്. മനുഷ്യപിശാചുകളായ പാർട്ടി ക്രിമിനലുകളെ അധികകാലം തടവിലിടാൻ കഴിയില്ലെന്നും ജയിലിന് പുറത്ത് അവർക്ക് ചെയ്തു തീർക്കാൻ പാർട്ടി ഏൽപ്പിക്കുന്ന പണികൾ ഉണ്ടെന്നുമാണ് CPM പറയാതെ പറയുന്നത്. കോടതി വിധിക്ക് വില കൽപ്പിക്കാതെ TP വധക്കേസ് പ്രതികളെ നേരത്തെ ജയിൽ മോചിതരാക്കാനുള്ള ശ്രമവും കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങളിലെ ബോംബ് നിർമ്മാണവും സ്ഫോടനവും ഒക്കെ തുടർക്കഥയാവുന്നതും കൂട്ടി വായിക്കേണ്ടതുണ്ട്. കേരളത്തെ ഇനിയും ചോരയിൽ മുക്കാനാണ് CPM പദ്ധതി. നിയമാനുസൃതം പ്രവർത്തിക്കേണ്ട ഭരണ സംവിധാനം ഇതിനൊപ്പം നിൽക്കുന്നത് വളരെ അപകടകരമായ സ്ഥിതിവിശേഷമാണ്. ജനാധിപത്യ വിശ്വാസികളും സമാധാന പ്രേമികളുമായ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രതികരിക്കണം.